നമസ്കാരം. അടുത്ത കഥ. കഴിഞ്ഞ വാരഫലം കണ്ടിട്ടുള്ളവരെല്ലാം ഓർക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു കാര്യം പറഞ്ഞു. പേരും പ്രശസ്തിയും പണവും ഒക്കെ വന്നു ചേരുമ്പോൾ ചിലർക്ക് കൊഴുപ്പ് കൂടും. നെഞ്ചിൻ്റെ ഇടയ്ക്കർ കുത്തു എന്നാണ് തിരുവനന്തപുരത്ത് പറയാറ്. എൻ്റെ കാലിനടിയിലാണ് ഇനിയെല്ലാം എന്ന് ചില അല്പന്മാർക്ക് തോന്നും. ഈ പരമ്പര തീരുന്നതോടെ എൻ്റെ കട്ടയും പടവും മടക്കും എന്നറിയാതെ ജാട കാണിക്കുന്ന എത്രയോ സീരിയൽ അഭിനേതാക്കളുണ്ട്. ഞാൻ കാണുന്നതാണ് പലരെയും നേരിൽ. അവർ വിചാരിക്കുന്നത് രാത്രി 7 മണിക്ക് പോകുന്ന 1000 എപ്പിസോഡായ സീരിയലിലെ നായകനായ ഞാനാണ് ഇനി മലയാള സീരിയൽ രംഗവും പിന്നെ മലയാള സിനിമയും അടക്കി ഭരിക്കാൻ പോകണമെന്നൊക്കെ മണ്ടന്മാർ വിചാരിക്കും. അതിൻ്റേതായ എല്ലാ പത്രാസും കാണിക്കും. അന്തൻ്റെ കണ്ണാടി വാങ്ങിച്ച് തലയിലൊക്കെ വെച്ച് ജാട ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ നടക്കും. ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ ലഹരിയൊക്കെ ആവശ്യത്തിലധികം ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. ക്ഷീണനാരുടെ ഫ്ലവേഴ്സിലെ ഉപ്പും മുളകും തുടക്കം മുതൽ കാണുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ. അതിൽ സിദ്ധാർത്ഥ് പ്രഭു എന്നൊരു വിദ്വാൻ ഉള്ളത് ഞാൻ അറിഞ്ഞത് ഇക്കഴിഞ്ഞ ക്രിസ്മസിൻ്റെ തലേന്ന് 24-ാം തീയതി വെള്ളമടിച്ച് പൂക്കുറ്റിയായി കാർ ഓടിച്ച് വഴിനീളെ ലോട്ടറി വിറ്റ് നടക്കുന്ന ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു പാവം തമിഴനെ ഇടിച്ചിട്ട് നാട്ടുകാരുടെ മെക്കിട്ട് കയറി അവർ പിടിച്ച് കാലിൽ കെട്ടിയിട്ട് പോലീസിനെ അറിയിച്ച് പോലീസ് എത്തി അവരോടും മെക്കിട്ട് കയറി ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു മഹാൻ മലയാള സീരിയൽ രംഗത്തുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. അതിൻ്റെ പിന്നാലെ വേറൊരു വിദ്വാൻ വന്നു. എല്ലാം ഉഗ്രം ബാച്ചുകളാണ്. അവനാണെങ്കിൽ മലയാളത്തിലെ മലയാളികളെ മുഴുവൻ സദാചാരം പഠിപ്പിച്ചേ പിൻവാങ്ങും. സാറും ഒരു സീരിയൽ പ്രഭു തന്നെ. ഒരുത്തൻ മദ്യപിച്ച് ബോധമില്ലാതെ കാർ ഓടിച്ച് ഒരുത്തനെ മൃതപ്രായനാക്കിയാൽ, പോലീസിനെ മാന്തിയാൽ അവനെ പിടിച്ച് കെട്ടിയിടുന്നതാണോ നമ്മുടെ സംസ്കാരം എന്നൊക്കെയായിരുന്നു ഈ രണ്ടാമത് വന്ന വിദ്വാൻ്റെ ചോദ്യം. അട്ടഹാസം എന്ന് പറയാം. ഇവൻ പറയുന്നത് കേട്ടാൽ മറ്റുള്ളിടത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നവന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകുകയാണ് പതിവ് എന്നാണ്. വെള്ളമടിച്ച് ഏതെങ്കിലും ഒരുത്തൻ്റെ ഒരുത്തിയുടെ പുറത്തുകൊണ്ട് കയറ്റി ഇറക്കി പിന്നെ നാട്ടുകാരുടെ അലുമ്പുണ്ടാക്കി അവർ പ്രശ്നമായപ്പോൾ കാലും കൈയും ഒക്കെ കെട്ടിയിട്ട് പോലീസ് വന്നവൻ പോലീസിനെയും മാന്തി ഒക്കെ ചെയ്തിട്ട് അവർക്ക് ധീരതയ്ക്കുള്ള അവാർഡാണ് മറ്റ് രാജ്യങ്ങളിൽ കൊടുക്കുന്നതെന്ന് തോന്നും ഈ വിദ്വാൻ പറയുന്ന കേൾക്കുമ്പോൾ. കൈയും കാലും ചവിട്ടി ഓടിക്കണമായിരുന്നു എന്ന് ഞാൻ പറയും. ഇനി അവ അഭിനയിക്കരുത് ക്യാമറ മുന്നിൽ. പോലീസ് എത്തുന്നതിന് മുമ്പേ കൈയും കാലിനും ചവിട്ടി ഓടിക്കണമായിരുന്നു. ആലോചിച്ച് നോക്കുന്നേ, ഒരു പാവം കേരളത്തിൽ വന്ന് ലോട്ടറി വിറ്റ് അവൻ്റെ ഉപജീവനത്തിനും അവൻ്റെ കുടുംബത്തിനും വേണ്ടി ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനെ വെള്ളമടിച്ച് നെഞ്ചി കുത്തിയപ്പോൾ കാർ കൊണ്ട് കയറ്റി ഇവിടെ ഒരുത്തി പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, ഡയബറ്റിക്കായ ഏതെങ്കിലും ഒരുത്തൻ റോഡ് സൈഡിൽ നിന്ന് മൂത്രം ഒഴിച്ചാൽ അവൻ്റെ പുറത്തൂടെ കാറ് കയറ്റുമെന്നൊരു താടക പറഞ്ഞില്ലേ, അതുപോലെയാണ്. ഇവനെ ഈ ഐറ്റംസുകളൊന്നും സഹകരിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മദ്യലഹരിയിൽ കാർ ഓടിച്ച് ഇടിച്ചിട്ട ആ പാവം മനുഷ്യൻ മരിച്ചു ഇന്നലെ. 52 വയസ്സുകാരനായ തമിഴനായ തങ്കരാജാണ് ആ ഹതഭാഗ്യം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുമായിരിക്കും. ആത്മ എന്ന ടെലിവിഷൻ നടീനടന്മാരുടെ സംഘടനയുടെ ചെയർമാനാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതാണ്, മന്ത്രി KB ഗണേഷ് കുമാർ. ഈ പ്രഭു സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറഞ്ഞ ഈ അലവലാതി ആത്മയിൽ മെമ്പർഷിപ്പ് ഉള്ളവനാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആത്മയിലെ മെമ്പറാണ് എന്നുള്ളതിൻ്റെ ഒരു ഇത് വച്ചിട്ട് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിൻ്റെ ഓഫീസിൽ നിന്നും RTO വിളിച്ചിട്ട് അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചിട്ട് അതൊരബദ്ധം കയ്യബദ്ധം പറ്റിയതാണെന്ന് പതുക്കങ്ങ് എഴുതണം എന്ന് വിളിച്ചു പറയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എർത്തായി നടക്കുന്ന പ്ലഗായി നടക്കുന്ന പൂജപ്പൻ രാധാകൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹം ചിലപ്പം വിളിച്ച് പറയാം, ലോട്ടറി വിൽപ്പനക്കാരൻ ഒരു അണ്ണാച്ചിയല്ലേ, ആ അണ്ണാച്ചി കാറിലാണ് പോയി ഇടിച്ചത് എന്ന് എഴുതണമെന്ന് പറയും FIR വേണമെങ്കിൽ. അങ്ങനെ ചെയ്യും. ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു വലിയ, അല്ലെങ്കിൽ എന്തിനാ വിളിക്കുന്നല്ലേ, എൻ്റെ ഗുരുനാഥൻ ഒരു പാവത്തിൻ്റെ കഥ അടിച്ചു മാറ്റി. അവന് കഥയും കഥയ്ക്ക് പ്രതിഫലവും കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഒഴിവാക്കി. എന്നിട്ട് ഇയാൾ കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം കഥയും സംവിധാനമൊക്കെ പുള്ളിയുടെ പേര് വെച്ചു. അത് ഫെഫ്കയിൽ പരാതിയായി. ഞാനന്ന് ഫെഫ്കയുടെ എക്സിക്യൂട്ടീവിലുണ്ട്. ഇപ്പം നമ്മൾ എക്സിക്യൂട്ടീവ് ഇല്ലാത്തതുകൊണ്ട് ഇവർക്കൊക്കെ നല്ല സുഖമായിരിക്കും കമ്മിറ്റിക്കാർക്ക്. എന്ത് അലവലാത്തനും കാണിക്കാമല്ലോ.
അപ്പോൾ ആ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് വ്യക്തമായി അറിയാവുന്നതാണ്, ഈ കഥ എഴുതിയ പയ്യനെ എനിക്കറിയാം, എറണാകുളത്തുകാരൻ, ഒരുപാട് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ വെബ് സീരിയൽ സംവിധാനം ചെയ്യുന്നു, അയാളുടെ കഥയാണ്. സന്തോഷിച്ചിക്കാനും സ്ക്രിപ്റ്റ് എഴുതിയതേ ഉള്ളൂ. പക്ഷേ അവനെ പൂജയ്ക്ക് വിളിക്കുകയോ അവൻ്റെ പേര് വയ്ക്കുകയോ അവൻ്റെ പൈസ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ ഈ ഇഷ്യൂ വലിയ ഇഷ്യൂ ആയിട്ട് സംസാരിച്ചു. അതിൻ്റെ പേര് നടപടിയെടുക്കണം സംവിധായകൻ്റെ പേരിൽ. ഗുരുനാഥനാവട്ടെ എൻ്റെ അച്ഛനാവട്ടെ. അപ്പോൾ എൻ്റെ പേരിൽ കള്ള പോക്സോ കേസ് കൊടുത്തിരിക്കുന്ന ഒരു വിദ്വാനുണ്ടല്ലോ, അണ്ടർവെയറിൽ വരെ അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇപ്പോൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അയാൾ എന്നെ വിളിച്ച് വെളിയിൽ കൊണ്ടുപോയിട്ട് പറയുക, ദിനേശേ, ഞാനും ദിനേശും മാത്രമേ ഉള്ളൂ ഹരിച്ചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരായിരുന്നവരിൽ ഈ കമ്മിറ്റിയിലുള്ളത്. നമ്മളതങ്ങ് കണ്ണടയ്ക്കണമെന്നേ. ഞങ്ങളുടെ അതെന്തെന്ന് ചോദിച്ചാൽ, അവൻ ഫെഫ്കോ മെമ്പറല്ലല്ലോ. ഏത് ഈ കഥ കണ്ടവൻ്റെ കഥ മോഷ്ടിച്ചവൻ ഫെഫ്കോ മെമ്പറല്ല, മോഷ്ടിച്ച കള്ളൻ നമ്മുടെ ഗുരുവല്ലേ. അതുകൊണ്ട് നമ്മൾ നജിങ്കോയ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. എന്തിനു വിളിക്കണേ? നജിങ്കോയ ഫെഫ്കയിൽ മെമ്പർ അല്ലല്ലോ ദിനേശേ. നേരെ മറിച്ച് ഹരിച്ചേട്ടൻ നമ്മുടെ രണ്ടുപേരുടെയും ഗുരുനാഥനല്ലേ. അദ്ദേഹത്തിന് വേണ്ടി നമ്മളിതങ്ങ് കണ്ണടയ്ക്കണം. നജിങ്കോയ്ക്കൊരു പുല്ലും കൊടുക്കണ്ട. ഞാൻ പറഞ്ഞ അതും കൈ വെച്ചിരുന്നാൽ മതി, താങ്കൾ ഉണ്ടാക്കിക്കോ, എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ മോനാണ് ഞാൻ. അതെൻ്റെ അച്ഛൻ തെറ്റിയതായാലും ഞാൻ അങ്ങനെ തന്നെ പറയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു തമിഴിന് അണ്ണാച്ചിയല്ലേ ചത്തത്. അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് കാർ ഓടിച്ചു കൊണ്ടുവന്ന് ഇടിച്ചതാണെന്നൊന്നും എഴുതണ്ട എന്ന് ആത്മയിൽ നിന്നോ പൂജപ്പുര രാധാകൃഷ്ണനിൽ നിന്നോ വിളി പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഗണേഷ് കുമാറിൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ആ പണി നടക്കാനിടയില്ല. അങ്ങനെയൊന്നും വിളിച്ച് വളഞ്ഞ വഴിയിലൂടെ ഒന്നും പറയുന്ന ആളല്ല ഗണേഷ് കുമാർ. കക്ഷി മദ്യത്തിന് എതിരുമാണ്. അതുകൊണ്ട് അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയുമാണ്. അദ്ദേഹം അതുകൊണ്ട് ആവശ്യമില്ലാതെ ഇടപെടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകുമായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു തമിഴിനല്ലേ അങ്ങ് പോട്ടെ എന്ന് വയ്ക്കരുത്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. കൊഴുപ്പ് കയറി വെള്ളം അടിച്ച് ഫിറ്റായി കാറിടിപ്പിച്ചല്ലേ കൊന്നത് പാവത്തിന്. എത്ര വേദനിച്ചിരിക്കും മരിക്കാൻ. നേരത്തെ പറഞ്ഞ ന്യായീകരണ തൊഴിലാളി ഇറങ്ങുമോ എന്തോ, കുറച്ച് ഫിറ്റായിപ്പോയി. അതിനാൽ സ്റ്റിയറിങ്ങിന് ബാലൻസ് കിട്ടാത്ത ഒരു മഹാനടൻ ഒരു അണ്ണാച്ചിയെ ഇടിച്ചിട്ട് കൊന്നാൽ എന്താണ് ഇത്ര നിങ്ങൾക്കൊക്കെ ദേഷ്യമെന്ന് വേണമെങ്കിൽ അവനൊന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഇവനെ ഒന്നും കാലന് വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലെ കൊണ്ട് കയറ്റി കൊടുക്കണമെന്നേ. ഹമാസും ഇസ്രയേലും ബംഗ്ലാദേശിലും ഒക്കെ എത്രയോ പേർ കൊല്ലപ്പെടുന്നു. ആരെങ്കിലും അവിടെ ചോദിക്കുന്നോ മലയാളീസ് ഇത്ര ബോറന്മാരാണോ എന്നൊക്കെ ഈ ന്യായീകരണ തൊഴിലാളി ചിലപ്പോൾ ഇനി ഫേസ്ബുക്കിൽ കുറിക്കും. എന്തായാലും ഇതുവരെയും ഒന്നും മിണ്ടി കണ്ടില്ല. നമ്മുടെ മെമ്പർമാർ കുറച്ച് അച്ചടക്കം പാലിക്കണം. പൈസയുടെ കൊഴുപ്പ് വരുമ്പോൾ വെള്ളം അടിച്ചുകൊണ്ട് കണ്ടവൻ്റെ പുറത്ത് കാർ കൊണ്ട് കയറ്റരുതെന്ന് പോലും ഒരക്ഷരം പറഞ്ഞില്ല. ഞങ്ങളുടെ അംഗങ്ങൾ വെള്ളം അടിക്കും, ഫിറ്റാകും, റോഡിൽ പോകുന്നവരുടെ പുറത്ത് മെക്കിട്ട് കയറും, കൊല്ലും എന്നാണോ കരുതുന്നത് എന്നും എനിക്കറിയില്ല. എന്തായാലും അവർ പ്രതികരിച്ചിട്ടില്ല. അടുത്ത കഥ, മുഖത്ത് ചായം തേക്കുന്നവരെ നമുക്ക് വിശ്വസിക്കാതിരിക്കാം. പല പല വേഷങ്ങൾക്കായി ചായം തേച്ച് സ്വന്തം സത്വം ഇല്ലാതാകുമ്പോൾ അവരുടെ വ്യക്തിത്വം നശിക്കും. അതാണ് സംഭവിക്കുന്നത്. എന്നാൽ ചായം തേക്കാത്തവന്മാർ മോഹൻലാലിനെ പ്രീതിപ്പെടുത്താനായി മുടവൻ മുകളിലെ ഹിൽ വ്യൂവിൽ കാണിച്ച പ്രകടനങ്ങൾ കാണേണ്ടതായിരുന്നു. ഞാൻ ആ അമ്മയെ കണ്ട ഉടനെ തന്നെ മടങ്ങി. ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഞാൻ മടങ്ങി. പക്ഷേ എനിക്ക് ചിലർ അയച്ചു തന്ന ചില ക്ലിപ്പിങ്സുകൾ കണ്ടപ്പോൾ ഒരു ഡേറ്റിനായി, ഒരു പ്രീതിക്കായി, മോഹൻലാൽ കാണാനായി ആ ഹിൽ വ്യൂ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ വീട്ടിൽ ചിലർ നടത്തിയ പ്രകടനങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ കാട്ടിയിരുന്നെങ്കിൽ മോഹൻലാലിൻ്റെ മുകളിലെത്തിയനെ യൗമാർ. അത്ര അഭിനയമായിരുന്നു അവിടെ. അത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി. വർഷങ്ങളോളം രോഗശൈലിയിലായ ഒരമ്മ, 90 വയസ്സ് വരെ അന്തസ്സായി ജീവിച്ച ഒരമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹ പരിലാളനങ്ങളോടെ 100 ഇരട്ടി നൽകിയ ഒരു മകനെ ഇനിയും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിക്കാണണം ആ അമ്മയ്ക്ക്. അതുകൊണ്ടായിരിക്കണം സ്വർഗവാതിൽ ഏകാദശിക്ക് ആ അമ്മ വിട പറഞ്ഞു പോയത്. എനിക്കിനി ആരുമില്ല എന്ന വേദന മനസ്സിലുണ്ടാകാമെങ്കിലും നറുപുഞ്ചിരിയോടെ സമചിത്തതയോടെ ആ മനുഷ്യൻ
അമ്മയുടെ തലയ്ക്കൽ നിന്നു. വന്നവർക്കൊക്കെ കൈനീട്ടിയും കെട്ടിപ്പിടിച്ചും ഒക്കെ നിന്നു. അവിടെയാണ് ഓരോരുത്തന്മാരുടെ ദുഃഖാഭിനയം. കൂടുതൽ കാലം കിടന്ന് ഒരുപാട് പേരെ വേദനിപ്പിക്കാതെ, ആ മകന് മനസ്സമാധാനം നൽകാതെ, ബുദ്ധിമുട്ടിക്കണ്ട എന്നുറപ്പിച്ച് ആ അമ്മ പോയി എന്ന് കരുതാതെ അയാളെ ബോധ്യപ്പെടുത്താൻ മത്സരിക്കുകയായിരുന്നു അവിടെ ചിലർ. ഗോലി കണ്ണടയുള്ള കണ്ണടയും വെച്ച് പ്രണവിനെ അവൻ്റെ വീട്ടിൽ, മോഹൻലാലിൻ്റെ വീടെന്ന് പറയുമ്പോൾ പ്രണവിൻ്റെ വീടാണല്ലോ, പ്രണവിനെ അവൻ്റെ വീട്ടിൽ വാ ഇരിക്കി എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുന്നത് വരെ എനിക്ക് ഈ വീഡിയോയിൽ കാണേണ്ടി വന്നു. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സാറ് വിട്ടൊക്കെ നിൽക്കുന്ന കണ്ടാൽ ആ അഭ്യാസമൊക്കെ കാണേണ്ട കാഴ്ചയാണ്. ഏതോ സിനിമയിൽ എന്താ സജി ഇതൊക്കെ എന്ന് ആരോ ചോദിച്ചതുപോലെ, എനിക്ക് കുമ്പളങ്ങി നൈസിലാണെന്നു ഞാൻ ആ ഡയലോഗാണ് അപ്പോൾ ഓർത്തത്, എന്താ സജി എന്നുള്ളത്.